ഞങ്ങളൊരു ഫെസ്റ്റിന് പോയ വീഡിയോ ആണ് ഇത്. ഇതായിരുന്നു എൻട്രി. നല്ല രസമുണ്ടായിരുന്നു. നമ്മളൊരു പുകയ്ക്കകത്തൂടെ പോകുന്ന പോലെ തോന്നുമായിരുന്നു. കൊള്ളാം, നല്ല രസമായിരുന്നു. ഈ ലൈറ്റൊക്കെ വെച്ചിട്ട് എന്തോ ഒരു സംഭവം ചെയ്ത് വെച്ചേക്കുന്നേ, നല്ലതായിരുന്നു. പിന്നെ അവിടുന്ന് അകത്തോട്ട് ചെല്ലുമ്പം ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇത്തിരി കൂടെ അതിൻ്റെ ഭംഗി കാണണമെന്നുണ്ടെങ്കിൽ എന്നുവെച്ചാൽ മേളിൽ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ലതായിട്ട് അറിയണമെങ്കിൽ ഇങ്ങനെ സന്ധ്യയൊക്കെ ആയി രാത്രിയൊക്കെ ആയി പോകുമ്പോഴത്തേനും നല്ല രസമാണ്. ലൈറ്റൊക്കെ ഇട്ട് അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ പക്ഷേ ഇച്ചിരി കൂടെ നേരത്തെയാണ് പോയത്. നമ്മൾ ഇറങ്ങിയപ്പോഴത്തേനൊക്കെ സന്ധ്യയായി, കാണാൻ നല്ലതായിരുന്നു. പക്ഷേ അപ്പോഴത്തേന് കൊച്ചുങ്ങൾക്ക് ഒരാൾക്ക് എല്ലാം കണ്ടു കഴിഞ്ഞില്ലേ വീട്ടിൽ പോകാമെന്നുള്ള രീതിയിൽ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇയാൾക്കാണെങ്കിൽ ഇവിടെ വന്നപ്പോൾ മുതലേ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ അകത്തോട്ട് ചെല്ലുമ്പോൾ ഇതേപോലെ ഒരു അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാറിനകത്ത്. കുറേ കളർഫുള്ളായിട്ടുള്ള കുറേ കുഞ്ഞു കുഞ്ഞു മീനൊക്കെ ഇട്ട് നല്ലതായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് കുറേ സംഭവങ്ങളുണ്ട്. കുറേ നമുക്കിങ്ങനെ ഇതുപോലെ കയറാൻ പറ്റിയ ഈ ഊഞ്ഞാൽ പോലൊക്കെ ഇരിക്കുന്ന കുറേ സംഭവങ്ങൾ. പിന്നെ അതേപോലെ ഇതിങ്ങനെ വട്ടത്തിൽ കറങ്ങുന്ന, ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല. അതിനകത്ത് മാത്രം കയറി. ഇത് കണ്ടപ്പോഴത്തേന് ആൾക്ക് കുഞ്ഞിന് കയറണം എന്ന് പറഞ്ഞ് ഭയങ്കര വാശിയായിട്ട് അങ്ങനെ കയറിയതാണ്. കയറാൻ നേരത്ത് അമ്മ പറഞ്ഞു കൊച്ചിനെയും കൊണ്ട് കയറണ്ട, കൊച്ചിന് പേടിച്ച് കരയും, വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ ആൾക്ക് കയറിയേ പറ്റത്തുള്ളൂന്നും പറഞ്ഞുകൊണ്ട് എനിക്കും അതിനകത്ത് കയറണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കയറി കഴിഞ്ഞപ്പോഴത്തേന് അതിനകത്ത് വേറെ ആൾക്കാരൊന്നുമില്ല, ഞങ്ങൾ 3 പേരും മാത്രം. അങ്ങനെ ആൾക്കാരൊന്നും വന്ന് തുടങ്ങിയില്ല. അന്നേരം 4, 4:30 എങ്ങാണ്ടായതേ ഉള്ളൂ. അപ്പോൾ തുടങ്ങിയ സമയം എങ്ങാണ്ടായതേ ഉള്ളൂ. അപ്പോൾ ഇത് പതുക്കെയൊക്കെ പോയപ്പം വലിയ കുഴപ്പമില്ല. സ്പീഡിൽ പോകുമ്പോഴത്തേന് മേലോട്ട് പോകുമ്പം കുഴപ്പമില്ല. പക്ഷെ മേളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് വരുമ്പോഴത്തേന് നമുക്ക് ഇങ്ങനെ മനസ്സിൽ എന്തോ ഒരു സംഭവം, ഇങ്ങനെ എന്തോ എരിയുന്ന പോലെ തോന്നും. എനിക്ക് പക്ഷേ കുഴപ്പമില്ല. എനിക്കിഷ്ടമായിരുന്നു. പക്ഷേ കൊച്ചിനപ്പോഴത്തേന് കരയാൻ തുടങ്ങി. കൊച്ചിന് പിന്നെ അങ്ങ് ഇത്തിരി സ്പീഡൊക്കെ കൂടിയപ്പോഴത്തേന് ആൾക്കൊട്ടും പറ്റുന്നില്ല. കരയാനൊക്കെ തുടങ്ങി. "ഇറങ്ങണം മോനിപ്പോൾ ഇറങ്ങണം" എന്നൊക്കെ പറഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുടെ അടുത്ത് ചാടും. ചാടി ഇറങ്ങാൻ നിൽക്കും. അപ്പോൾ ഞങ്ങൾ പിന്നെ അവരോട് പറഞ്ഞ് ഇറക്കാൻ പറഞ്ഞ്. അങ്ങനെ 1, 2 റൗണ്ടല്ല, 3, 4, 5 റൗണ്ടൊക്കെ പോയി. അപ്പോഴത്തേന് അതൊന്നും നമ്മൾ നല്ലതായിട്ട് ശ്രദ്ധിച്ചില്ല. പേടിച്ച് കൊച്ചു കരച്ചിലായതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങി. വേറെ ഒന്നിലും കയറിയില്ല. പിന്നെ ഇങ്ങനെ ഊഞ്ഞാല് പോലൊരു സംഭവം ഉണ്ടല്ലോ, അതിനകത്ത് കയറണമെന്നുണ്ടായിരുന്നു. പിന്നെ കൊച്ചുങ്ങളെയും കൊണ്ട് പാടായതുകൊണ്ട് കുഞ്ഞാവ പിന്നെ അമ്മയുടെ കയ്യിലായിരുന്നു. ഇയാളെയും കൂടെ ഏൽപ്പിച്ചിട്ട് നമ്മൾ എന്തിനകത്തെങ്കിലും കയറാനൊക്കെ പോയാൽ ചിലപ്പോൾ ശരിയാവത്തില്ല. അമ്മയെ കാണണം പറഞ്ഞുകൊണ്ട് ഇറങ്ങി ഓടിയാലോ. പിന്നെ അതേപോലെ 3Dയുടെ എന്തോ സംഭവങ്ങളൊക്കെ കാണാനൊക്കെ ഉണ്ടായിരുന്നു. ഓരോന്നിനും നമ്മൾ ടിക്കറ്റ് എടുക്കണം. എല്ലാം 100 രൂപ എങ്ങാണ്ടാന്ന് തോന്നുന്നു. ഇത് ഞങ്ങൾ ഈ കയറിയതിന് 100 ആയിരുന്നു. ബാക്കി എല്ലാത്തിനും അങ്ങനെയാന്ന് തോന്നുന്നു. പിന്നെ ഈ ഗോസ്റ്റ് ഹൗസ്, അതിനകത്ത് കയറണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ പറ്റിയില്ല. 2 കുഞ്ഞാവകളെയും കൊണ്ട് വന്നിട്ട് പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിനകത്ത് കയറിയില്ല. പിന്നെ കൊച്ചുങ്ങൾക്ക് കളിക്കാൻ പറ്റുന്ന ഇതേപോലുള്ള കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. ട്രെയിന്, കാറ്, അതിനെല്ലാം അതിനകത്തെല്ലാം കൊച്ചിന് കയറണമെന്ന് ആദ്യം വലിയ ഇഷ്ടമായിരുന്നു കയറണമെന്ന്. പക്ഷേ പിന്നെ ഒരെണ്ണത്തിൽ കയറി കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ആഗ്രഹമൊന്നുമില്ല. പിന്നെ കയറണ്ട. ഇതിപ്പോൾ ഞാൻ പുറത്ത് ഇരിക്കുന്നതാ. എനിക്കതിനകത്ത് ഒന്നിനകത്തും കയറാൻ പറ്റാഞ്ഞതിൻ്റെ സങ്കടമുണ്ട്. പിന്നെ ആകെ ഒരു സന്തോഷം, അതിനകത്ത് കയറി കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത്. അത് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നിലും കയറിയൊന്നുമില്ല. എല്ലാം കണ്ട്.